ഹായ് ഫ്രണ്ട്സ്, സ്വാദിന്റെ കളറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുശ്രീയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ബ്രെഡ് മസാലയാണ്. ഈ എഗ് ബ്രെഡ് മസാല നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം. മാത്രമല്ല ഇത് പെട്ടെന്ന് നമുക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ചില സമയത്തൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ 3 മണിക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. ആ മടിയുള്ള ദിവസം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തുന്നില്ല. നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആദ്യം 2 മുട്ട നമുക്കൊന്ന് ചിക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മുട്ട ചിക്കിയെടുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി വന്ന ശേഷം നമുക്ക് 2 മുട്ട. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതോടൊപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കൂടാതെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. എനിക്ക് എരി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കുരുമുളക് പൊടി ചേർത്തത്. നന്നായിട്ട് ചിക്കിയെടുക്കുക. ചിക്കാൻ നേരത്തെ ചെറിയ സ്പൂൺ ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കിയെടുക്കാൻ പറ്റും. വലിയ സ്പൂണൊക്കെ ഉപയോഗിച്ചാൽ പാടായിരിക്കും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കിയെടുക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ മുട്ട ചിക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഈ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ഞാനിവിടെ ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇടുക. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കുക. ഈ ഒരു പരുവത്തിൽ ഉള്ളി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തക്കാളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇത് ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, സവാളയും തക്കാളിയും ഒക്കെ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുക. അതുപോലെ ഇനി കുറച്ച് ഗരം മസാല പൊടി ചേർക്കുക. അതൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിന് 3 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചിക്കി വച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. മുട്ടയിലേക്ക് ഈ മസാല നല്ലതുപോലെ പിടിക്കട്ടെ. ആദ്യമേ ഞാൻ മുട്ട ചിക്കി വെച്ചതെന്ന് വെച്ചാൽ മസാലയിൽ കൂടി നമ്മൾ ഇത് മിക്സാക്കിയാൽ മുട്ട നന്നായിട്ട് നമുക്ക് ചിക്കി കിട്ടില്ല. അതുകൊണ്ടാണ് ചിലർ ഈ മസാലയുടെ കൂടെ ഇട്ട് മുട്ട ചിക്കുന്നവരുണ്ട്. പക്ഷേ ഇതാണ് കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രെഡാണ്. ബ്രെഡ് ഞാൻ നന്നായിട്ട് അരിഞ്ഞ് വച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് പിച്ചി ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്താണ് എടുത്തത്.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ട് ചെയ്യണമൊന്നുമില്ല, ചുമ്മാ പിച്ചി ഇട്ടാലും മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേവിക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ ബ്രെഡിലേക്കൊന്ന് മിക്സ് ആവട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബ്രെഡ് റെസിപ്പി, അതായത് എഗ്ഗ് ബ്രെഡ് മസാല റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാര്യം ഞാൻ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പരീക്ഷിച്ച ശേഷമാണ് നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഉണ്ടാക്കിയേ അതിനേക്കാളും നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ഫുഡ് ഉണ്ടാക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടി വരുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഭയങ്കരമായിട്ട് സത്യമായിട്ടുള്ള കാര്യമാണ്. ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇനി സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല, എനിക്ക് കൊതിയാകുന്നു ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കിട്ടില്ല റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അത് നിങ്ങൾ കാണണ്ടേ, അതിനുവേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. ഓക്കേ.